മോർണിംഗ് എന്തെങ്കിലും സുഖമാണോ? സുഖാണ് മാം. മാമിനോ? സുഖം. കണ്ണ് ശരിയായോ? കണ്ണൊക്കെ ശരി. ചെക്ക് ചെയ്തോ മാം റെറ്റിന? ഇല്ല, ഇനി ഒരു ആഴ്ച കൂടി കഴിയട്ടെ. 2 ആഴ്ചയാണോ? മെഡിസിൻ ഉണ്ടോ അപ്പൊ കണ്ണിനുറ്റിക്കാൻ? ഇതുണ്ട്, 3 നേരമുണ്ട്. നാളെയും കൂടി അറ്റൻഡ് ചെയ്താൽ മതിയല്ലേ ക്ലാസ്? അതെ, പെട്ടെന്നായിരുന്നു ക്ലാസ്. 6 മാസം പോയത് അറിഞ്ഞതേ ഇല്ല, വേഗം പോയി. സത്യം സങ്കടമാണോ? അതെ, ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ ഒരു ടൈമിങ് 12 വരെ ടൈം ഭയങ്കര ലാഗായിട്ട് തോന്നും. സത്യം. നമുക്ക് നോമ്പൊക്കെ പെട്ടെന്ന് പോയതാ, പിന്നെ ഇതിന് വേഗം സമയം പോയി. കുട്ടികളുടെ എക്സാം കഴിഞ്ഞോ? ഇന്നും കൂടി ഉണ്ടാവുമോ? ഇന്നും നാളേക്ക്? അതെ, ബുധനാഴ്ച വരുന്നുണ്ട്. ഇലക്ഷനാണ് അത്. കുഴപ്പമില്ല, ഓൺലൈനല്ലേ നമുക്ക് എക്സാം. പഠിച്ചു തുടങ്ങിയ നിങ്ങള് ഇവിടം വരെ ആയി? മൈക്ക് ഓണാന്ന് പറഞ്ഞോളൂ. മോക്ക് ടെസ്റ്റ് ഏകദേശമായി. നിങ്ങൾക്ക് നെക്സ്റ്റ് യൂണിയുടെ ജോബ്സ് ആൻഡ് ഇംഗ്ലീഷ് ക്ലാസ് ആണല്ലോ. അപ്പൊ നിങ്ങൾ അതിന് പോകരുത് കേട്ടോ. കാരണം 12 മണി മുതൽ 12:30 വരെ ക്രിമിനാമിക്സിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. എന്തോ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് കാര്യങ്ങളും മിസ്റ്റേക്സ് ഉണ്ടോ. ടീച്ചർ 12 മണിക്ക് കയറും കേട്ടോ. അപ്പൊ ആരും ലെഫ്റ്റായി പോകരുത്. സെക്കൻഡ് പീരീഡ് സാറിനെ കണ്ടു കഴിയുമ്പോൾ എല്ലാവരും പൊക്കളയാറുണ്ട് അല്ലെ ഇംഗ്ലീഷ് ക്ലാസ്സിലെ. സ്റ്റാർട്ടിങ്ങിലൊക്കെ ആൾക്കാരുണ്ടാവും, പിന്നെ പിന്നെ ഒരു 12 മണിയാകുമ്പോൾ കുറഞ്ഞ 5 ആള്, 6 ആള്, 8 ആള് അങ്ങനെ ആയിട്ട് വരും. സ്ഥിരമായിട്ട് കയറുന്ന കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു 10 പേരൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. അതെ, അത് സാറിന് കറക്റ്റ് അറിയാം. സാർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എത്ര ആൾക്കാരെ കേറുന്നേന്ന്. കറക്റ്റ് മനസ്സിലാവും. 12 വരെ അവരോട് എന്തെങ്കിലും ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കയറും. അതിന് മുന്നേ പോകണ്ടെന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ. പക്ഷെ സാറിന്റെ ക്ലാസ് സൂപ്പറാണ്. അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. സാറിന്റെ ക്ലാസ് അടിപൊളിയാണ്. സാറ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പേഴ്സണാണ് അദ്ദേഹം കേട്ടോ. സാറ് ശരിക്കും പറഞ്ഞാൽ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായിരുന്നു കുറെ വർഷം. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഇംഗ്ലീഷ് അദ്ദേഹത്തിന്റെ ലിറ്ററേച്ചർ അദ്ദേഹത്തിന്റെ മെയിൻ ടോപ്പിക് ആണ്. പിന്നെ നാടകങ്ങളിലൊക്കെ സ്ക്രിപ്റ്റ് അദ്ദേഹമാണ് എഴുതുന്നത്. കുറെ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. ബാല അങ്ങനെയൊക്കെ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു സ്ക്രിപ്റ്റ് ഒക്കെ. സാറ് പറഞ്ഞിട്ടുണ്ടാവല്ലോ അല്ലെ? സാറ് കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂസിനൊക്കെ പോകുന്നതൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ട്.
ഇനി സാറിന്റെ ടോക്കിംഗ് നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആകുന്ന രീതിയിലാണ് സാറ് കൂടുതൽ സംസാരിക്കുന്നത്. അതെ അതെ, കുറച്ചുകൂടി നമ്മൾ ഗേൾസിനോട് കംഫർട്ടബിൾ ആവുന്നതിന്റെ പ്രധാന കാര്യമുണ്ട്. സാറിന് 2 പെൺകുട്ടികളാണ്, അതാണ്. അങ്ങനെയുള്ള അച്ഛനമ്മമാർക്ക് കുറച്ചുകൂടി, അച്ഛന്മാർക്ക് കുറച്ചും കൂടി നമ്മളെ കൈകാര്യം ചെയ്യാൻ പറയാൻ പറ്റും. ശരിയല്ലേ? എന്ന് പറഞ്ഞ ആൺകുട്ടികളുടെ അച്ഛനമ്മമാർക്ക് അങ്ങനെ അറിയില്ല എന്നല്ലട്ടാ പറഞ്ഞത്. അപ്പൊ ഞാൻ അന്നൊരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ, അത് ഇതുവരെ പറഞ്ഞില്ലല്ലോ. എന്താ മാം ഗുഡ് ന്യൂസ്? ഞാൻ പറഞ്ഞല്ലോ പീകോക്ക് ഷേക്സ് എന്ന് പറഞ്ഞൊരു പുതിയൊരു സംരംഭം തുടങ്ങിയത്. ശരി ശരി. എങ്ങനെയുണ്ട് മാം, ബിസിനസ് എങ്ങനെ പോകുന്നു? വലിയ കുഴപ്പമില്ല, വിഷു കളക്ഷൻ ഒക്കെ എത്തിയോ? സമയം കിട്ടുന്നില്ല. ഒരു കളക്ഷൻസ് തീർന്നു, നെക്സ്റ്റ് എടുക്കാൻ പോകാനായിട്ട് പറ്റിയിട്ടില്ല. തന്നെയോ? മിസ്സിന് ഇൻസ്റ്റാഗ്രാം ഐ ഡി സ്പെഷ്യൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി പീകോക്ക് ഷെയ്ഡ്സിലുണ്ടോ? പീകോക്ക് ഷേക്സിന്റെ ഞങ്ങള് പുറത്തിറക്കിയിട്ടില്ല. അപ്പോഴേക്കും ഈ കോഴ്സിന്റെ കഴിഞ്ഞിട്ട് ചെയ്യാൻ നോക്കാറുണ്ട്. കുറച്ച് പേരുടെ ബാലൻസ് കഴിഞ്ഞിട്ട്. പിന്നുവിന്റെ മൈക്ക് ഓണാണോടോ? ഓണാണ്. പിന്നോണ് ഇപ്പൊ ചോദിച്ചേ? അതെ അതെ. ഇൻസ്റ്റ ഐ ഡി നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടി എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, ഒരാള് മാത്രമാണ്, പേര് ഞാൻ മറന്നുപോയി. മാം ഞാനാണ് മേഘ. മേഘയ്ക്ക് വേറൊരു കുട്ടി കൂടി ഉണ്ട്, ഹന്നാശ്വരൻ. അതെ, അങ്ങനെയാണ് എന്നോട് ചോദിച്ചത്. പിന്നെ നിങ്ങൾ PGക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ? ഞാനുണ്ട് മിസ്, PG ആണ്. PG ആണ്. PG ക്ലാസ് അപ്പൊ എന്നാ സ്റ്റാർട്ട് ചെയ്യണത്? PG ക്ലാസ് അറിയിക്കും കേട്ടോ. എക്സാം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. നമ്മള് HISന്റെ റിവിഷൻ ചെയ്തായിരുന്നോ? ചാപ്റ്റർ 8 കഴിഞ്ഞ ക്ലാസ്സിനെ കുറിച്ച് ചെയ്തില്ലേ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ചെയ്തിരുന്നു മാം. മോക്ക് ടെസ്റ്റ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു മാം. പറഞ്ഞ കൺഫ്യൂഷൻ ആവണ്ട, കൺഫ്യൂഷൻ വലിയ ക്വസ്റ്റ്യൻസ് ആണ്. അതെ, മോക്ക് ടെസ്റ്റ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. മൊഡ്യൂള് ഇപ്പൊ എത്ര വരെ ആയി? മൊഡ്യൂൾ 1ന്റെ ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കി കഴിഞ്ഞോ? ത്രീ ആൻഡ് ഫോർ മൊഡ്യൂളിന്റെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് പഠിച്ചു എഴുതുക കേട്ടോ. 3 and 4 മൊഡ്യൂളാണ് പറഞ്ഞിരുന്നല്ലോ. 3 and 4 മൊഡ്യൂള് മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കുള്ളൂ. മെയിൻ എക്സാം ആണ് നമ്മൾ ഗൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ടെക്സ്റ്റും നോക്കിക്കോളൂ. ഓരോ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ, ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ ടെക്സ്റ്റും തുറന്നു വെച്ച് പഠിക്കുക, അതാണ് നല്ലത്. ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ചോദിച്ചതെന്ന് അറിയാൻ പറ്റുമല്ലോ. ഓക്കെ, നമുക്കിനി ചാപ്റ്റർ 9 നോക്കാം. മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അതും കൂടെ അല്ലേ റിവൈസ് ചെയ്യാനുള്ളൂ? ക്വാളിറ്റി മാനേജ്മെന്റ് തീർന്നോ? മിസ്സിനെ അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ 12 മണിക്ക് രമ്യ മിസ് കയറും. അപ്പൊ മിസ് കുറച്ച് കറക്ഷൻ ചെയ്ത് തരും കേട്ടോ. ഡിഫറെന്റ് ആണ്. അതെന്താണെന്ന് അറിയാമോ റിനീഷ? അങ്ങനെ എന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ച എല്ലാവരും ഗൈഡിലെ ക്വസ്റ്റ്യൻ, ഗൈഡിലെ ഓരോ ചാപ്റ്റേഴ്സ് ഓർഡറിലല്ല. എന്തുകൊണ്ടാണ് ഓർഡറിലല്ലാത്ത? എന്തുകൊണ്ടാണ്? സിമ്പിൾ ആയിട്ട് ആൻസർ ഉള്ളതിനെ. എല്ലാവരും ഒരു കറക്റ്റ് ഓർഡറിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബുക്ക് തുറന്നൊക്കെ എഴുതാനല്ല എളുപ്പമല്ലേ? ആണോ?
കറക്റ്റ് ഓർഡറിലായി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഒരു ടെക്സ്റ്റ് നോക്കി എഴുതിയാൽ പോരെ. അങ്ങനെയാണെങ്കിൽ പരീക്ഷ എഴുതേണ്ട ആവശ്യമുണ്ടാവും. അതൊരു കാരണമാണ്. പിന്നെ ഗൈഡിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഓർഡർലെസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ മോഡ്യൂൾസ് മിക്സ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഇനിയും ഗൈഡ് വാങ്ങിക്കാത്തവരുണ്ടോ? ഇനി ഗൈഡ് വാങ്ങിക്കാത്ത കുട്ടികളുണ്ടോ? എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടല്ലേ? യെസ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ്റെ ഫസ്റ്റ് നമ്മളെ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് കുറച്ച് ഇയേഴ്സ് പറയുന്നില്ലേ, അത് പഠിക്കണം കേട്ടോ. ഈ ഒരു കോൺസെപ്റ്റ് എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്? ഏത് ഇയറിലാണ് ഇതിന്റെ റിസർച്ചുകൾ സ്റ്റാർട്ട് ചെയ്തത്? ഏത് ഇയറിലാണ്? 1960 അല്ലെ? നോക്കാം. Okay, question ശ്രദ്ധിക്കുക. When did active research on patient satisfaction begin? When did active research on patient satisfaction begin? 1950s, 1960s, late 1970s and early 1980s? None of the above. മുതലാണ് ഓപ്ഷൻ സി ആണ് അല്ലെ? 1970കളുടെ അവസാനത്തിലും 80കളുടെ തുടക്കത്തിലാണ് അത് തുടങ്ങിയത് അല്ലെ? യെസ്. Next, patient satisfaction led to the substitution of the idea of quantity of life with the what concept? Patient satisfaction led to the substitution of the idea of quantity of life with the what concept? Option A, quality of care, quality of life, quantity of care, quality of service. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലെ? ക്വാളിറ്റി ഓഫ് ലൈഫ് ആണ്. ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. What is a valuable tool is mentioned for catching patient feedback without much effort? What is the valuable tool is mentioned for catching patient feedback without much effort? Suggestion box, patient satisfaction surveys, staff meetings, hospital newsletters. ഇതാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ടൂള് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യാനായിട്ട്. ഒട്ടും എഫേർട്സ് ഇല്ലാണ്ട് ചെയ്യാണ് അല്ലെ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. ഓക്കെ. ഇതിന്റെ ഒബ്ജക്റ്റീവ്സിന്റെ ഭാഗത്ത് ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. According to the objectives, the healthcare institutions are basically what? According to the objectives, healthcare institutions are basically what? Profit-centric, doctor-centric, patient-centric, research-centric. എന്താണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് അല്ലെ? ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പേഷ്യന്റ് സെൻട്രിക് ആയിട്ട് അല്ലെ? രോഗിക്ക് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് പേഷ്യന്റ് സെൻട്രിക്. One of the 5 reasons why should you measure patient satisfaction is to provide what? One of the 5 reasons why you should measure patient satisfaction is to provide what? The cheapest care services, fastest care services, top tier patient care services, the most technological advanced services. 5 റീസണിൽ ഒരു റീസൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ടോപ്പ് ടയർ ആണ് അല്ലെ? ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസസ്. ഓപ്ഷൻ സി ആണ് കേട്ടോ.
5 റീസൺസിന്റെ പേരുകൾ പഠിക്കണേ. 5 റീസൺസിൽ എന്താന്ന് സബ് ഹെഡിങ് പഠിക്കണം. To provide top tier patient care service, to measure hospital staff performance, to know angry and miffed patients, to improve patient care experience, to improve patient retention rate. കേട്ടോ, ഈ ഹെഡ് പോയിന്റ്സ് പഠിച്ചു വെക്കണം. അപ്പൊ ഈ റീസൺസ് measuring patient satisfaction helps to know the performance of whom? Measuring patient satisfaction helps to know the performance of who? The hospital staff, the insurance companies, competing hospitals, the hospital investors. നമ്മൾ ആരുടെ പെർഫോമൻസ് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നത്? ഓപ്ഷൻ എ, ദ ഹോസ്പിറ്റൽ സ്റ്റാഫ്. കേട്ടോ, ദ ഹോസ്പിറ്റൽ സ്റ്റാഫ്. Yes. What is one way a hospital can improve staff performance? What is one way a hospital can improve staff performance? By reducing their salaries, by conducting hospital employee satisfaction surveys, by increasing their work hours, by limiting their access to patient feedback. മനസ്സിലായോ നമുക്ക്? എന്താ ചോദിച്ചിരിക്കുന്നത്? What is one of a way a hospital can improve staff performance? സ്റ്റാഫിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ്, ഏതൊക്കെ വേസ് ആണ് തിരഞ്ഞെടുക്കേണ്ടത്? ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ഏതാണ്? ബൈ കണ്ടക്ടിങ് ഹോസ്പിറ്റൽ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേ. എംപ്ലോയീസിന്റെ ഇടയിൽ നമ്മൾ എന്ത് കണ്ടക്ട് ചെയ്തിരിക്കണം? സാറ്റിസ്ഫാക്ഷൻ സർവേസ് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, the text lists rewarding best performers as a strategy to improve what? The text lists rewarding best performers as a strategy to improve what? ബോക്സിലുള്ളത് ഇമ്പോർട്ടന്റ് ആണോ? ഏത് ബോക്സ് ആണോ? ഈ ബോക്സ് ആണോ? ബോക്സ് ആണോ? ഈ റീസൺസ് ആണോ ചോദിക്കുന്നത്? ഏതാ ചോദിക്കുന്നത്? സിന, റീസൺസ് എല്ലാവരും പഠിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. എല്ലാവരും റീസൺസിന്റെ പേരുകൾ പഠിക്കാം. സ്റ്റുഡൻസ് ബെസ്റ്റ് പെർഫോമേഴ്സിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഏതൊക്കെ സ്ട്രാറ്റജീസ്, അതിൽ ആർക്കൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റി, ഹോസ്പിറ്റൽ പ്രോഫിറ്റ്സ്, പേഷ്യന്റ് വെയിറ്റ് ടൈംസ്, ദ ഹോസ്പിറ്റൽ ഇമേജ്. ബെസ്റ്റ് പെർഫോമൻസ് സ്ട്രാറ്റജീസ് നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നത് ആർക്കാണ്? ആരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഹോസ്പിറ്റലിന്റെ പ്രോഫിറ്റ് ആണോ? പേഷ്യന്റിന്റെ വെയിറ്റ് ടൈംസ് ആണോ? സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റി ആണോ? Yes, very good. Staff productivity. Page number 85 എന്താ? പേജ് നമ്പർ 85 ഈ ബോക്സോ? സ്ട്രാറ്റജീസ് നോക്കിയാൽ മതി, പേരുകളൊന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. അതെല്ലാ റീസൺ കഴിയുമ്പോഴും നമ്മൾ സ്ട്രാറ്റജീസ് പറയുന്നില്ലേ, അതൊന്ന് ജസ്റ്റ് വായിച്ചു വെക്കാം. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവും പിള്ളേരെ, അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾക്ക് ഒരിക്കലും ഡിഫിക്കൽട്ട് ആവുന്ന രീതിയിൽ ഒരു ചോദ്യങ്ങൾ ഇവിടെ നിന്നിട്ടില്ല, ഉറപ്പ് വരുന്നത്. Next one. What is a potential reason for a patient to be upset? What is listed as a potential reason for a patient to be upset? Patients upset ആവാനുള്ള മെയിൻ റീസൺ എന്താണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. പൊട്ടൻഷ്യൽ ആയിട്ടുള്ള റീസൺ, അത് ഏറ്റവും ബേസിക് റീസൺ ആയിരിക്കുള്ളൂ. The color of the hospital walls, delay in appointments or long patient wait times, the hospital's logo, the brand of coffee served. എന്തുകൊണ്ടാണ് പേഷ്യന്റ് അപ്സെറ്റ് ആവാൻ കാരണം? ഓപ്ഷൻ ബി ആണല്ലേ,
ഡിലേ ഇൻ അപ്പോയിന്റ്മെന്റ്സ് ഓർ ലോങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ്. അവരുടെ അപ്പോയിന്റ്മെന്റ് ഡിലേ ആവുന്നതും അതോടൊപ്പം തന്നെ എന്താണ് ഒരുപാട് സമയം പേഷ്യൻസിന് വെയിറ്റ് ചെയ്തിരിക്കേണ്ടതും അവർ അപ്സെറ്റ് ആക്കുന്ന റീസൺസിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റൂലേ? ചില ചോദ്യങ്ങളിലല്ലേ നമുക്ക് നമ്മുടെ കോമൺ സെൻസ് വെച്ചിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ ചില ചോദ്യങ്ങൾ. ഇനി ഇൻ കേസ് പുറത്തുനിന്ന് പോലെ ചോദിച്ചാലേ, പുറത്തുനിന്നൊന്നും ചോദിക്കുന്നില്ല പോലും ഈ കോണ്ടെക്സ്റ്റിലല്ലാത്ത രീതിയിൽ ഒന്ന് വളച്ച് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത് അതേപോലെ വളച്ച് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഓപ്ഷൻസ് കാണുമ്പോൾ അത്യാവശ്യം കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും എന്താണ് ഓപ്ഷൻ ബി ആണ് അല്ലെ. ഓക്കെ, when dealing with an angry patient, what should staff avoid? നമ്മൾ ആംഗ്രി ആയിട്ടുള്ള പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്ന സമയത്ത് സ്റ്റാഫുകൾ അവോയ്ഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഷോയിങ് എംപതി, ടേക്കിംഗ് എ ഡീപ് ബ്രെത്ത്, giving away to any arguments and defending against threats, documenting the complaint. ആംഗ്രി പേഷ്യൻസിനെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഓപ്ഷൻ എ ആണോ? സ്റ്റാഫ് അവോയ്ഡ് ചെയ്യേണ്ട കാര്യം എന്താണ് അവിടെ? ഷോയിങ് എംപതി ആണോ? എംപതി കാണിക്കേണ്ട കാര്യമുണ്ടോ അവിടെ? ക്വസ്റ്റ്യൻ അവിടെ ശ്രദ്ധിക്കാം. when dealing with an angry patient, what should staff avoid? സ്റ്റാഫുകൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം എന്താണ് പ്രധാനമായിട്ടും? ഷോയിങ് എംപതി, taking a deep breath. Option C, giving away to any arguments and defending against threats, documenting the complaint. ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. giving away to any arguments and defending against threats. അത് ഭാഗം കൊടുത്തു നോക്കി ആംഗ്രി പേഷ്യൻസിന്റെ. about giving away to, കണ്ടോ 1 2 3 4 അഞ്ചാമത്തെ പോയിന്റ്, പേജ് നമ്പർ 86 ഫിഫ്ത് പോയിന്റ് നോക്കി. about giving away to any arguments and defend against threats. Okay. Yes. What is one thing a hospital can do to improve the patient experience? What is one thing a hospital can do to improve the patient experience? Patient experience improve ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? Reduce the number of available doctors, make the registration process more complicated, establish a centralized hospital information system. None of the above. ആൻസർ ഏതാണ്? പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കാര്യം എന്താ? എസ്റ്റാബ്ലിഷ് എ സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ. ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സ്ഥാപിക്കുക എന്നതാണ് പേഷ്യൻസിന് നല്ല എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പരീക്ഷയുടെ ഒരു കുറച്ച് 5 ദിവസം മുൻപ്, ഒരു 4 ദിവസം മുമ്പൊക്കെയാണ് നമ്മൾ ഇങ്ങനെ റിവൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കേട്ടിരുന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറെ ഭാഗങ്ങളുണ്ട്. പഠിക്കാതിരുന്നിട്ട് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പൊ അത്യാവശ്യം നിങ്ങൾക്ക് കുറെ ഗ്യാപ്പ് വരുന്നുണ്ട് പഠിക്കാനായിട്ട്. അപ്പൊ അതൊരിക്കലും ലാഗ് ചെയ്തെടുക്കരുത്, മാക്സിമം ഉപയോഗിക്കാൻ നോക്കണം കേട്ടോ. അതാണ് ചില ആൾക്കാർ തലേ ദിവസം പഠിച്ചിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ തലേ ദിവസം പഠിക്കുന്നത് കുറെ കാര്യങ്ങൾ നമ്മൾ വിട്ടു. ഇതിനാണ് ഒരു 4 ദിവസം മുന്നേ നമ്മൾ പഠിച്ചതിന് ശേഷം തലേ ദിവസം ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാം. വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരുന്ന ആ ക്വസ്റ്റ്യൻ നമ്മുടെ തലയിൽ അങ്ങ് ഉറച്ചു പോകും. അത്രയ്ക്ക് നല്ല രീതിയിൽ നമുക്ക് അതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും റിവൈസ് ചെയ്തുകൊണ്ടിരുന്നാലേ. കേട്ടോ, ഞാൻ പറഞ്ഞില്ല എനിക്ക് കേട്ടറ്റ് എക്സാം ഞാൻ പാസ്സാകുന്നതിന്റെ മെയിൻ കാരണം റിവൈസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. ഒരുപാട് ടെക്സ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു, അതിനുശേഷം എന്താണ് ബാക്കിയുള്ള ആ ദിവസങ്ങൾ കംപ്ലീറ്റ് ചോദ്യങ്ങൾ പിന്നെയും റിവൈസ് ചെയ്തുകൊണ്ട് അപ്പൊ നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോകില്ല. അതിപ്പോ ഏത് എക്സാമിന് നിങ്ങൾക്ക് ആ ഒരു ടെക്നിക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. യെസ്,
എക്സാം അറിയാലോ നിങ്ങൾക്ക് എന്തിനാണെന്ന്. എക്സാം എന്ന് പറയുന്നത് 4 കാറ്റഗറി ഓഫ് എക്സാം ആണ് കേട്ടോ. അത് ഞങ്ങൾ BEd കഴിഞ്ഞ
നെറ്റ് കണക്ഷൻ പോയതാണ് കേട്ടോ. ഓക്കെ. Satisfied patients are grand ambassadors for the hospital because they do what? Satisfied patients are grand ambassadors for hospitals because they do what? Options would say they keep their positive experience a secret. They tell their friends and family about good and bad experience. They only share negative experience. They design marketing materials for the hospital. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ഗ്രാൻഡ് അംബാസിഡേഴ്സ് ആണ് നമ്മൾ പറയുന്നത് അല്ലെ. എന്തുകൊണ്ടാണ് അവർ ഗ്രാൻഡ് അംബാസിഡേഴ്സ് പറയാൻ കാരണം they tell their friends and family about good and bad experience. Okay. Option B ആണ് കേട്ടോ. Then contented patient. Contented patients എന്ന് പറയുന്ന മറ്റൊരു പേരെന്താണ്? Contented patients എന്ന് പറയുന്ന മറ്റൊരു പേര് satisfied patients. മാറിപ്പോയത് കേട്ടോ. Okay. Contented patients eventually led to what for the hospital? Contented patients eventually led to what for the hospital? Increase the profits, more audit, fewer appointments. Contented patients hospital എന്തൊക്കെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും? ഇൻക്രീസ്ഡ് പ്രോഫിറ്റ് അല്ലെ. പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് സഹായിക്കുന്നു. ഓക്കെ. A patient satisfaction survey can be conducted through which medium? A patient satisfaction survey can be conducted through which medium? Only by mail, only over the phone, mobile, physical copies, website or other device, only person. സർവേ കണ്ടക്ട് ചെയ്തത് ഏതൊക്കെ മീഡിയം ഉപയോഗിച്ചിട്ടാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. മൊബൈൽ, ഫിസിക്കൽ കോപ്പീസ്, വെബ്സൈറ്റ് അല്ലെങ്കിൽ അതർ ഡിവൈസസ് ഉപയോഗിച്ചിട്ട്. ഓക്കെ. ഓപ്ഷൻ സി ആണ് കേട്ടോ. Which of the following is one of the 6 underlying metrics? നമ്മൾ underlying 6 metrics പഠിച്ചു നോക്കുന്നുണ്ടോ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള? Yes. Which of the following is one of the 6 underlying metrics on which patient satisfaction should be measured? The popularity of the hospital on social media, the number of parking spaces, transparency and communication between care provider and patient, the age of the doctors. ഏതാണ് നമ്മൾ മെഷർ ചെയ്യുന്ന മെട്രിക്സിൽ വരുന്നത്? ഇതില് ഓപ്ഷൻ സി ആണ് അല്ലെ. ട്രാൻസ്പെറൻസി ആണ്, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കെയർ പ്രൊവൈഡർ ആൻഡ് പേഷ്യൻസ്. ഓപ്ഷൻ സി. Training and strengthening employees make them feel valued and increase what? Training and strengthening employees makes them feel valued and increase what? Staff turnover, staff stress, staff retention, staff absence. ഏതാണ് വരുന്നത് ആൻസർ? സ്റ്റാഫ് റെന്റേഷൻ ആണ് കേട്ടോ. ഓപ്ഷൻ സി സ്റ്റാഫ് റെന്റേഷൻ. One of the 8 creative ways to increase patient satisfaction is to prioritize what? One of the 8 creative ways. അത് നമ്മൾ ലാസ്റ്റ് ഭാഗത്ത് പഠിച്ചിട്ടുള്ള 8 ways ഏതൊക്കെയാണ്? One of the 8 creative ways to increase patient satisfaction is to prioritize what? Long wait times, short wait times, complicated treatment plans, a confusing facility layout. ഏതാണ്? ഷോർട്ട് വെയിറ്റ് ടൈംസ് ആണ് കേട്ടോ. ക്രിയേറ്റീവ് വേയില് നമ്മള് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേ എന്താണ്?
അവരധികം വെയിറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക അല്ലെ. അതായത് അവർ അപ്പോയിന്റ് ചെയ്ത ടൈമിൽ തന്നെ അവർക്ക് എന്താണ് ഡോക്ടറിനെ കാണാനുള്ള അവൈലബിലിറ്റീസ് അല്ലെങ്കിൽ അറേഞ്ച്മെന്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടതാണ്. ഓക്കെ. പ്രാക്ടീഷണേഴ്സ് ഹു എൻഗേജ് വിത്ത് പേഷ്യൻസ്. നമ്മൾ ഈ 8 വേസിൽ തന്നെ നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഡോക്ടേഴ്സിൽ നിന്നും പേഷ്യൻസിന് വേണ്ടത് എന്താണ്? ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള കാര്യമാണ് അല്ലെ. ആ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഡോക്ടേഴ്സ് പേഷ്യൻസിനോട് എങ്ങനെയായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്? എങ്ങനെയായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്? ഐ കോണ്ടാക്ട് നിലനിർത്താന്ന് പറഞ്ഞില്ലേ? ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ് അവരുമായിട്ടൊരു ഐ കോണ്ടാക്ട് നിലനിർത്തുക. അവരെ പരിഗണിക്കുന്ന രീതിയിൽ നമ്മൾ ആ ഒരു രീതിയിലുള്ള ബിഹേവിയർ ആയിരിക്കണം പേഷ്യൻസിനോട് കാണിക്കേണ്ടത്. ഓക്കെ. അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പ്രാക്ടീഷണേഴ്സ് ഹു എൻഗേജ് വിത്ത് പേഷ്യൻസ് ബിഫോർ സ്റ്റാർട്ടിംഗ് ട്രീറ്റ്മെന്റ് ഹെൽപ്സ് ടു എസ്റ്റാബ്ലിഷ് വാട്ട്? പ്രാക്ടീഷണേഴ്സ് ഹു എൻഗേജ് വിത്ത് പേഷ്യൻസ് ബിഫോർ സ്റ്റാർട്ടിംഗ് ട്രീറ്റ്മെന്റ് ഹെൽപ്സ് ടു എസ്റ്റാബ്ലിഷ് വാട്ട്? ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പേഷ്യന്റുമായിട്ട് എൻഗേജ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ട്രീറ്റ്മെന്റിന് മുൻപായിട്ട് തന്നെ ഡോക്ടേഴ്സും പേഷ്യൻസുമായിട്ട് ആദ്യം ഡെവലപ്പ് ചെയ്യേണ്ടത് എന്താണ്? എ സെൻസ് ഓഫ് അതോറിറ്റി, എ സെൻസ് ഓഫ് അർജൻസി, എ സെൻസ് ഓഫ് ട്രസ്റ്റ്, എ സെൻസ് ഓഫ് കൺഫ്യൂഷൻ. ഏതാണ്? ഓപ്ഷൻ സി, എ സെൻസ് ഓഫ് ട്രസ്റ്റ് ആണ് അല്ലെ. ഓക്കെ. മാം 8 ക്രിയേറ്റീവ് വേയില് ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ? അതൊന്നും കൂടി മാം ക്വസ്റ്റ്യൻ പറയൂന്ന്. One of the 8 creative ways to increase patient satisfaction is to prioritize what? ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് കൊടുക്കുന്ന ഏതിനാണ്? 8 വേസിൽ നമ്മള് എക്സ്ട്രാ നോക്കി എല്ലാവരും ഏതിനാണ് കൊടുക്കുന്നത്? ഷോർട്ട് വെയിറ്റിംഗ് ടൈംസിനാണോ, ലോങ് വെയിറ്റിംഗ് ടൈംസിനാണോ, കോംപ്ലിക്കേറ്റഡ് ട്രീറ്റ്മെന്റ് പ്ലാൻസിനാണോ? പക്ഷെ മോക്ക് ടെസ്റ്റിലെ കോംപ്ലിക്കേറ്റഡ് ട്രീറ്റ്മെന്റ് പ്ലാൻസ് ആണ് ശരിയായിട്ട് വന്നത് ആൻസർ. അത് ടെക്നിക്കലി ഇറവായിരിക്കും കേട്ടോ. അത് തെറ്റാണ്. ഓക്കെ. അതെനിക്ക് കൺഫ്യൂഷൻ വന്നേ. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഷോർട്ട് വെയിറ്റ് ടൈംസ് ആണ്. എല്ലാവരും ക്ലിയർ ചെയ്തത്. അത് പക്ഷെ മോക്ക് ടെസ്റ്റില് കോംപ്ലിക്കേറ്റഡ് വന്നത്. ക്ലിക്ക് ചെയ്തപ്പോ അതായിരിക്കും ആൻസർ വന്നത് അല്ലേ? അത് മാം ക്ലിക്ക് ചെയ്തപ്പോ അതാണ് ആൻസർ വന്നത്. ഓക്കെ. അത് ടെക്നിക്കലി മിസ്റ്റേക്ക് ആയിരിക്കും. കുഴപ്പമില്ല. ഓപ്ഷൻ ബി ആണ് പഠിക്കുക കേട്ടോ. ഓപ്ഷൻ ബി. ഓക്കെ. Why might a practitioner choose to have a medical scribe in the room? എന്തിനു വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് പ്രാക്ടീഷണേഴ്സ് മെഡിക്കൽ സ്ക്രൈബിനെ റൂമിൽ അസിസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. ടു ഹാവ് someone to talk to allow them to listen with their eyes and maintain eye contact, to perform the medical examination for them, to make the patient feel intimated. നമ്മൾ എന്തിനാ മെഡിക്കൽ സ്ക്രൈബിനെ പ്രാക്ടീഷണേഴ്സ് റൂമിൽ അസിസ്റ്റ് ചെയ്തിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? allow them to listen with their eyes and maintain eye contact. അല്ലെ? പേഷ്യൻസിനായിട്ട്, അതായത് ഡോക്ടേഴ്സ് ആണ് അതായത് എടുക്കുന്നെങ്കിൽ എന്താണ് പേഷ്യൻസുമായിട്ട് കൃത്യമായിട്ട് അവർക്ക് ഐ കോണ്ടാക്ട് നിലനിർത്താൻ സാധിക്കില്ല. പക്ഷെ മെഡിക്കൽ സ്ക്രൈബ് റൂമിൽ ഉണ്ടെങ്കിൽ എന്താണ് പേഷ്യൻസ് പറയുന്ന കാര്യങ്ങൾ അവരായിരിക്കും നോട്ട് ഔട്ട് ചെയ്യുന്നത് അല്ലെ. ആ ഒരു സമയം കൊണ്ട് പേഷ്യൻസുമായിട്ട് പ്രാക്ടീഷണേഴ്സിന് എന്താണ് നല്ല രീതിയിൽ ഐ കോണ്ടാക്ട് നിലനിർത്താനും അവരിലൂടെ അത് അവർക്ക് ട്രസ്റ്റ് നിലനിർത്താനായിട്ടും ആ ഒരു സമയത്ത് സാധിക്കുന്നുണ്ട്. ഓക്കെ. ഇനി നമ്മള് പ്രാക്ടീഷണേഴ്സിന്റെ പങ്ക്ച്വാലിറ്റി ലെവലിനെ പറ്റി പറയുന്നത് അല്ലെ. അതായത് കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരാന്ന് പറയുന്നത് 8 വേസിലാണ് പഠിച്ചത് അല്ലെ. 8 വേഴ്സിന്റെ ബാക്കിയുള്ള പോർഷൻസിലാണ് നമ്മൾ ആ ഭാഗം പഠിച്ചത്. അതായത് ഡോക്ടേഴ്സ് പങ്ക്ച്വാലിറ്റി പാലിക്കുന്നത്, കൃത്യസമയത്ത് എത്തിച്ചേരാന്നുള്ള ഒരു ഭാഗം പഠിച്ചത് ഓർക്കുന്നുണ്ടോ? അത് പേഷ്യൻസിൽ എന്ത് നിലനിർത്താൻ സഹായിക്കും? ട്രസ്റ്റ് നിലനിർത്തും. അതോടൊപ്പം തന്നെ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്യും അല്ലെ. യെസ്. What does punctuality from a practitioner reveal? What does punctuality from a practitioner reveal? The disrespect for patient's time, the respect for patient busy schedule, that they have no other patient to see, none of the above.
ഇവിടെ ശ്രദ്ധിച്ചേ, വാട്ട് ഡസ് പങ്ക്ച്വാലിറ്റി ഫ്രം എ പ്രാക്ടീഷണർ റിവീൽ? ഓപ്ഷൻ എ, their disrespect for patient time. Option B, the respect for patient busy schedule, that they have no other patient to see. ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി, their respect for a patient busy schedule. അല്ലെ, പേഷ്യൻസിന്റെ ആ ഒരു സമയം കൂടി നമ്മൾ വിലക്കെടുത്തിട്ടായിരിക്കണം ഡോക്ടേഴ്സ് ആ ഒരു സമയത്ത് എത്തിച്ചേരുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് അവർ പങ്ക്ച്വൽ ആയിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ ഹെൽത്ത് കെയർ, ഒരു പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് പേഷ്യൻസിന് എങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടേണ്ടത്? ഏത് ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ്സ് ആയിരിക്കണം പേഷ്യൻസ് ആഗ്രഹിക്കുന്നത്? അല്ലാതെ ചോദിച്ചാണ്, അപ്പൊ ഇതിലൊന്നുമില്ല. ക്വാളിറ്റി ആയിരിക്കും. പക്ഷെ ഞാൻ കുറച്ച് ഓപ്ഷൻസ് പോലെ പറയാം. ചോദ്യം അങ്ങനെയല്ല, പക്ഷെ അത് ചെറുതാക്കി ഞാൻ ചോദിച്ചതാണ് കേട്ടോ. ഓപ്ഷൻസ് മാത്രം ശ്രദ്ധിക്കാം കേട്ടോ, ഓപ്ഷൻസ് മാത്രം ശ്രദ്ധിക്കാം. ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ എൻവയോൺമെന്റ് പേഷ്യൻസ് എങ്ങനെയാണ് ആഗ്രഹിക്കുന്നതെന്നാണ് കേട്ടോ. ഒന്ന്, ലോ സ്ട്രെസ്. ഓപ്ഷൻ എ, ലോ സ്ട്രെസ്, ഹൈ സ്ട്രെസ്, റിലാക്സിങ്, ബോറിംഗ്. എങ്ങനെയാണ് എൻവയോൺമെന്റ് ആയിരിക്കും? ലോ സ്ട്രെസ് ആണോ, ഹൈ സ്ട്രെസ് ആണോ, റിലാക്സിങ് ആണോ, ബോറിംഗ് ആണോ? അതൊരു കൺഫ്യൂഷൻ ആണല്ലോ അങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പോ. റിലാക്സിങ് ആണോ, ഹൈ സ്ട്രെസ് ആണോ എന്ന് നമുക്ക് തോന്നും. എങ്ങനെയുള്ള എൻവയോൺമെന്റ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? റിലാക്സിങ് എൻവയോൺമെന്റ് ആണ് പ്രതീക്ഷിക്കുന്നത് അല്ലെ? യെസ്, അങ്ങനെയൊക്കെ ഒരു ചോദ്യം വന്നാൽ എഴുതിക്കോളണം കേട്ടോ. വരൂല, പറഞ്ഞു വരും. ഓക്കെ, നിങ്ങളെ സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റിയുടെ ഭാഗം ഒന്ന് എടുക്കാമോ ടെക്സ്റ്റില്? അല്ല, അത് വേണ്ട വേണ്ട കേട്ടോ, എടുക്കണ്ടാവും. ഞാൻ ചോദിക്കുന്നത് പോലെ വേറൊരു ചോദ്യം. വാട്ട് ഈസ് ദ മെയിൻ ടോപ്പിക് ഓഫ് ചാപ്റ്റർ 9? What is the main topic of chapter 9? Hospital accounting and finance, surgical procedures and technique, monitoring and improving patient satisfaction, marketing and public relations for hospitals. Option C അല്ലെ, monitoring and improving patient satisfaction. ഇനി വേറൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ 57 ചാപ്റ്റേഴ്സോളം നിങ്ങൾ പഠിക്കുന്നുണ്ട് പറഞ്ഞില്ലേ ഓരോ മൊഡ്യൂൾസിലും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ സിലബസ് ഉണ്ടാവും അല്ലെ? സിലബസ് ഇല്ലേ കയ്യില് എല്ലാവരുടെയും? ഫസ്റ്റ് മൊഡ്യൂൾ എത്ര ചാപ്റ്റർ ഉണ്ട്, സെക്കൻഡ് എത്ര ഉണ്ട്, തേർഡ് എത്ര ഉണ്ട്, ഫോർത്ത് ഉണ്ട്. ഈ ഓരോ ചാപ്റ്റേഴ്സിന്റെ നമ്പറും പേരുകളും ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഇതൊക്കെ എവിടേക്ക് കിടക്കുന്നുണ്ടെന്നൊന്ന് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ റിവൈസ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ സിലബസും കൂടി ഒന്ന് ജസ്റ്റ് ഇതൊക്കെ ചാപ്റ്റർ ആണെന്ന് ഒന്ന് പഠിച്ചു നോക്കിയാൽ കേട്ടോ. പഠിക്കല്ല, ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പേരുകൾ കറക്റ്റ് ആയിട്ട് ഓരോ നമ്പേഴ്സും അല്ലെ ഓരോ മൊഡ്യൂളിൽ ഏതൊക്കെ ചാപ്റ്ററുകൾ വരുന്നുണ്ടെന്ന് ഒന്ന്
വേണ്ടിയിരിക്കാം. ഓക്കെ, എക്സാം മൈക്ക് ഓൺ ആണ് ചോദിച്ചു. ടൈപ്പ് ചെയ്യണ്ട. അത് എക്സാം എഴുതുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല മാം, ഏത് ഭാഗത്തു നിന്നാ ക്വസ്റ്റ്യൻസ് ഉള്ളത് ചാപ്റ്റർ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റില്ല. അതല്ല, ചില കുട്ടികൾക്ക് അറിയാൻ പറ്റില്ല ഏതൊക്കെയാണ് പാഠഭാഗങ്ങൾ എന്ന് അറിയാൻ പറ്റില്ല, ചാപ്റ്റേഴ്സിന്റെ പേരുകൾ. ഈ റെക്കോർഡഡ് ആണെന്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരിക്കും നിങ്ങൾക്ക് ഇത് എവിടെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റുമെന്ന് എനിക്കറിയാം. നമ്മുടെ റെഗുലർലി അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക്, അല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടാണോ കേട്ടോ. ഞാൻ നമ്മൾ ചോദിക്കട്ടെ, ഇപ്പൊ മൊഡ്യൂൾ 3 സെക്കൻഡ് ചാപ്റ്റർ ഏതാണ്? മൊഡ്യൂൾ 3 സെക്കൻഡ് ചാപ്റ്റർ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ അല്ല, മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3 ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. മാം ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് മാനേജ്മെന്റ്. ഓക്കെ, മൊഡ്യൂൾ 3 സെവൻത് ചാപ്റ്റർ ഏതാണ്? ഡിസാസ്റ്റർ മാനേജ്മെന്റ്. മൊഡ്യൂൾ 3 ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? മൊഡ്യൂൾ 3 ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്ചാർജ് പ്രോസസ്. മൊഡ്യൂൾ 4 സിക്സ്ത് ചാപ്റ്റർ ഏതാണ്? മൊഡ്യൂൾ 4 സിക്സ്ത് ചാപ്റ്റർ ആണ്. സ്റ്റാൻഡർഡൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് അല്ല, ഫിഫ്ത് ചാപ്റ്റർ അല്ലേ? ഓവർവ്യൂ ആൻഡ് ഓവർവ്യൂ ഓഫ് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ചാപ്റ്റർ അല്ലേ? അതെ. മൊഡ്യൂൾ 4 9th ചാപ്റ്റർ Monitoring and improving patient satisfaction. improving patient satisfaction. Okay. Then module 1 third chapter. Module 1 third chapter. ഹെൽത്ത് കെയർ സിസ്റ്റം. Yes. Okay, very good. Module 1 12th chapter. Module 1 13th chapter. 13th chapter. വെന്റിലേറ്റർ. Ventilator. വെന്റിലേറ്റർ. Module 2 12th chapter. Module 2. Labor room ആണോ? ലേബർ റൂം. Labor room. Yes. Module 2 6th chapter ഏതാണ്? അതുകൂടി പറഞ്ഞാൽ മതി. Module 2 6th chapter. Radiology imaging services. അറിയാം നിങ്ങൾക്ക്. റെക്കോർഡിലെ പിള്ളേരെ ചോദിച്ചാൽ ചിലപ്പോൾ അറിയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ അറിയാവുന്നവരുണ്ടാവില്ല. അപ്പൊ എവിടെയൊക്കെയാണ് എന്തൊക്കെ കിടക്കണമെന്ന് വ്യക്തമായിട്ട് അറിയാലോ. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് എത്ര ചാപ്റ്റർ പഠിക്കാനുണ്ട്? ഫസ്റ്റ് മൊഡ്യൂളില് 13. സെക്കൻഡിലോ 12ആണോ 13ആണോ? 15 അല്ലെ? ടെർമിനോളജി വരുന്നത് ഏതിലാണ്? മൊഡ്യൂൾ 2 Second module. മൊഡ്യൂൾ 2 15ാമത്തെ ചാപ്റ്റർ ആണ് അല്ലെ? ഓക്കെ, ലാസ്റ്റ്. അതിന്റെ തൊട്ട് മുൻപാണ് ബയോമെഡിക്കൽ വേസ്റ്റ്, അതിന്റെ തൊട്ട് മുൻപാണ് സ്പില്ലേജ് വേസ്റ്റ് വരുന്നത്. ഓക്കെ, ശരി. കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല. നിങ്ങള് ഫസ്റ്റ് തന്നെ പഠിച്ചാൽ മതി കേട്ടോ. ഇപ്പൊ നമ്മൾ എനിക്ക് എടുക്കാവുന്ന എല്ലാ ചാപ്റ്റേഴ്സും 3 and 4 നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. കുറെ ക്വസ്റ്റ്യൻസ് പിന്നെ നിങ്ങൾ പഠിച്ചു എഴുതാം. അത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. പിന്നെ നാളെ നമ്മളൊന്ന് ഫസ്റ്റ് മൊഡ്യൂളിലെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഗൈഡിൽ നിന്നുള്ള എന്തെങ്കിലും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നാളെ ഇതോ മാം എക്സ്ട്രാ തന്നില്ല ഡെഫിനേഷൻ, അത് എക്സാമിന് പഠിക്കാം. എന്താണോ ക്ലിയർ ആയില്ല? ടെക്സ്റ്റില് മാം എക്സ്ട്രാ തന്ന ഡെഫിനേഷൻസ്
എക്സ്ട്രാ തന്നത്. ആ. ഞാൻ നിങ്ങളോട് ലെക്ചർ നോട്ട് എഴുതാൻ പറഞ്ഞ കാര്യങ്ങളാണോ? അതെ. അതിന്റെ അത് പറഞ്ഞതിൽ HIPV-യുടെ ഒക്കെ എക്സ്പാൻഷൻ ഒന്നും ടെക്സ്റ്റിൽ ഉണ്ടായില്ല. അത് ഞാൻ പറഞ്ഞു തന്നല്ലേ. അതിന്റെ ഒക്കെ എക്സ്പാൻഷൻ പഠിച്ചു നോക്കുക. അങ്ങനെ പറഞ്ഞതില്ല, ഞാൻ എഴുതാം. ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ ഭാഗങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചോളൂ കേട്ടോ. ഓക്കെ. പിന്നെ മിക്കവാറും എക്സാം രാവിലെ ആയിരിക്കുള്ളൂ. ടൈം തന്നിട്ടുണ്ടായി നിങ്ങൾക്ക്? തന്നിട്ടുണ്ട്. 11 to 12 ആണോ? രാവിലെ എന്താണ് അപ്പൊ പരിപാടി? ടെൻഷൻ അടിക്കണ്ടല്ലോ, പെട്ടെന്ന് തീരും. വേറെ എന്താണ്? എലക്ഷൻ ആണോ? കുഴപ്പമില്ലണോ? നമുക്ക് ഓൺലൈൻ അല്ലേ എക്സാം, പ്രശ്നമില്ലല്ലോ. എവിടെ ഇരുന്നാണെങ്കിൽ അറ്റൻഡ് ചെയ്യാം. നമുക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലെങ്കിൽ എവിടെ ഇരുന്ന് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. ഓക്കെ. നമുക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന പ്രശ്നം അതിപ്പോ രാവിലെ എല്ലാവരും പോയി വോട്ട് ചെയ്യൂലേ? അതെ അതെ. അത് ഒരു വിഷയമല്ല. ഇതിന്റെ ഓരോ മൊഡ്യൂള് കഴിയുമ്പോ എനിക്ക് ഓൾറെഡി കാണാൻ പറ്റും. കുറച്ചു നേരം പേര് അറിയാവുന്നത് ഇങ്ങനെ ഇമെയിൽ ID നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര പേർക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കാം ഒരു സമാധാനത്തിന്. 60 മാർക്ക് എല്ലാവരും വാങ്ങിക്കണം ഓരോ മൊഡ്യൂളിനെ. ശ്രമിക്കണം കേട്ടോ. മാം റിസൾട്ട് വേഗം വരുമോ? റിസൾട്ട് അധികം വൈകാതെ തന്നെ വരും കേട്ടോ. മെയിൻ എക്സാമിന്റെ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ 2 ആഴ്ച മാക്സിമം 2 ആഴ്ച, ചിലപ്പോ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് റിസൾട്ട് കൊടുക്കുന്നുണ്ട്. 3 and 4-ന്റെ ആദ്യം തന്നെ വരും. കഴിഞ്ഞിട്ടാണ് മാം കോൺവൊക്കേഷൻ. അത് കഴിഞ്ഞിട്ട് 3 and 4-ന്റെ റിസൾട്ട് ആയിരിക്കും ആദ്യം വരുന്നത്. പിന്നെ ഓരോ മൊഡ്യൂൾ വൈസിലുള്ള മെയിൻ എക്സാമിന്റെ റിസൾട്ട് വരും. റിസൾട്ട് വന്നതിന് ശേഷം പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കേഷൻസിന്റെ അതായത് സർട്ടിഫിക്കറ്റ് എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറയും. ഇപ്പൊ 22 അത്യാവശ്യം സ്റ്റുഡൻസ് കൂടുതലാണ്. നമ്മുടെ ഈ ക്ലാസ്സിൽ കാണുന്ന പോലെയല്ല, ജോയിൻ ചെയ്തിരിക്കുന്ന കുട്ടികൾ അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ട്. അത്രയും കുട്ടികളുടെ സർട്ടിഫിക്കേഷന്റെ പ്രോസസ്സ് കഴിയണം. അത് കഴിയുന്ന ഒരു സമയമാകുമ്പോഴേക്കാണ് നിങ്ങൾക്ക് കഴിയുന്നതിന് ഒരു 1 വീക്ക് മുൻപ് നമുക്കിവിടെ ഡേറ്റ് കിട്ടും. ഏകദേശം നിങ്ങൾക്ക് ഒരു 2-3 ആഴ്ച മുമ്പ് തന്നെ എന്താണ് ഡേറ്റ് പറയും എന്നാണ് കോൺവൊക്കേഷൻ കേട്ടോ. മാക്സിമം എല്ലാ ശനിയാഴ്ച ആയിരിക്കില്ല, സാറ്റർഡേ ആണ് എല്ലാ കോൺവൊക്കേഷൻസും വെക്കുന്നത് കേട്ടോ. സാറ്റർഡേ. ഈ ക്ലാസ്സിൽ 150-ന് മേലെ കുട്ടികളുണ്ട്. പക്ഷെ 150 കുട്ടികളും വരില്ലടോ. മാക്സിമം വരാറുള്ള കുട്ടികള് ഒരു 75-85 ഒരു ക്ലാസ്സിൽ അത്രയും പേര്, അല്ലെങ്കിൽ ചിലപ്പോൾ അതിലും കുറയും, ഒരു 50 സ്റ്റുഡൻസ്. അങ്ങനെ നിങ്ങൾ സ്റ്റുഡൻസ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബാക്കി അതേപോലെ സ്റ്റുഡൻസ് കുറവുള്ള ബാച്ചിലെ കുട്ടികളുണ്ട്. അപ്പൊ ആ HA21 22 കൂടെ ഒരുമിച്ചായിരിക്കും കോൺവൊക്കേഷൻ നടത്തുന്നത്. കുട്ടികൾ കുറവാണെങ്കിൽ ഒരുമിച്ച് നടത്തും. സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ ഒറ്റ ബാച്ചിന് മാത്രമായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്നത് 4 കോൺവൊക്കേഷൻ ആയിരുന്നു. 4 ബാച്ചിന്റെ ആയിരുന്നു. 2 HRM 2 HA-യുടെ. ഈ ശനിയാഴ്ച കോൺവൊക്കേഷൻ ഉണ്ടായിരുന്നു. സ്ട്രെങ്ത് കുറവായിരുന്നു. മൊത്തം ഇത്ര പേരാണ്, 95 കുട്ടികളാണ്. ഇത്രയും 4 ബാച്ചിൽ 95 കുട്ടികൾ ആകെ ഉണ്ടായുള്ളൂ. വിത്ത് പാരന്റ്സ്. അങ്ങനെ ഒരു 250 പേര് മൊത്തം ഉണ്ടാവും, പാരന്റ്സ് അടക്കം കേട്ടോ. നിങ്ങൾ വരുമ്പോ ഫാമിലി ആയിട്ടല്ലേ വരുന്നത്? ഹസ്ബൻഡ് ആയിട്ട്. കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നില്ലേ അപ്പൊ? കുട്ടികളും ഹസ്ബൻഡും. ഞാൻ വേറൊരു കാര്യം പറയാം. തീരെ കുഞ്ഞായിട്ടുള്ള കുഞ്ഞുങ്ങള് നിങ്ങൾ ആരെങ്കിലും കൂടെ വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇവര് കുറെ കഴിയുമ്പോൾ ഭയങ്കര ബഹളമായിരിക്കുള്ളൂ. നിങ്ങൾക്ക് ആ കോട്ടിട്ട് കഴിഞ്ഞ കുറച്ചു നേരം പിന്നെ ആ സെറിമണി കഴിഞ്ഞവരെ നിങ്ങൾക്ക് അവിടെ ഇരിക്കേണ്ടി വരും. നിങ്ങൾ നോക്കാനായിട്ട് ആരെങ്കിലും കൊണ്ടുതന്നെയായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഇപ്പൊ ഭയങ്കര ചൂടായതുകൊണ്ട് മുകളിൽ AC ഒക്കെയാണ്, എന്നിരുന്നാൽ പോലും കുട്ടികൾ ഇത്രയും ക്രൗഡിന്റെ ഇടയിൽ നിൽക്കില്ല. ഭയങ്കര ബഹളമാണ്. പിന്നെ ഡാൻസ് രാവിലെ ആയിരിക്കും അല്ലേ മാം? മോർണിംഗ് ആയിരിക്കും അല്ലേ? രാവിലെ 9:30 ആണ് നമ്മുടെ സമയം. 9:30ക്ക് എല്ലാവരും എത്തിച്ചേരണം, 9:30 കേട്ടോ. ഇതാണ് ഫിക്സ്ഡ് ടൈം. പിന്നെ ഞാൻ നിങ്ങളോട് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞതിന്റെ നിങ്ങളുടെ ലാസ്റ്റ് എക്സാം കഴിഞ്ഞേക്കുമ്പോൾ ഞാൻ അത് എങ്ങനെയെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ. ഇപ്പൊ ഇൻസ്റ്റയിലോ ആരെങ്കിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ എന്നിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി കേട്ടോ. മെയിൻ എക്സാം എല്ലാവരും അറ്റൻഡ് ചെയ്യണം കേട്ടോ. ഫൗസിയ കേട്ടോ.
എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇവിടെ നേരെ ഡയറക്റ്റ് സാറിനെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് പറയാം എന്താണ് പറ്റാത്തതിന്റെ കാരണം. റീസൺ എന്തായാലും ഇവിടെ അറിയിച്ചിരിക്കണം കേട്ടോ. പിന്നെ അബ്രോഡിൽ നിന്ന് വരെ കുട്ടികൾ വരാറുണ്ട്. അന്നത്തെ ദിവസം കോൺവെക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം. തലേ ദിവസം വന്ന് റൂം എടുക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ കുട്ടികൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ വരാൻ പറ്റുന്നത് അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യാം കേട്ടോ. ഒരു ദിവസം നമുക്ക് വേണ്ടി മാറ്റി വെക്കാം. എത്രയാണോ ബാക്കി നമുക്ക് നാളെ കാണാം. താങ്ക് യു. ഹാവ് എ നെക്സ്റ്റ് ടൈം. പറഞ്ഞല്ലോ 12